പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഞാൻ ഡാനിയലച്ചൻ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. വചനവായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. biyindia.com/മലയാളം എന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഇന്ന് 213 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായങ്ങൾ 47 48, യെസക്കിയേൽ പ്രവചനങ്ങൾ അധ്യായങ്ങൾ 8 9, ഒപ്പം സുഭാഷിതങ്ങളിൽ നിന്ന് 12 അധ്യായത്തിൽ 13 മുതൽ 16 വരെ വാക്യങ്ങളും നമ്മൾ വായിക്കുന്നു. നമുക്ക് വചനം വായിച്ച് തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യെശയ്യാ അധ്യായം 47. ബാബിലോണിന് നാശം. കന്യകയായ ബാബിലോൺ പുത്രി, ഇറങ്ങി പൊടിയിലിരിക്കുക. കൽദായ പുത്രി, സിംഹാസനമില്ലാതെ നിലത്തിരിക്കുക. തീർച്ചയായും നിന്നെ അവർ ഇനിമേൽ മൃദുലയെന്നും കോമളയെന്നും വിളിക്കുകയില്ല. നീ തിരികല്ലെടുത്ത് മാവ് പൊടിക്കുക, നിന്റെ മൂടുപടം നീക്കുക, മേലങ്കി ഉരിയുക, കാലുകൾ നഗ്നമാക്കി നദികൾ കടക്കുക. നിന്റെ നഗ്നത അനാവൃതമാകും, നിന്റെ ലജ്ജ വെളിപ്പെടുകയും ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യും, മനുഷ്യനാണെന്ന് പരിഗണിക്കുകയില്ല. നമ്മെ വീണ്ടെടുക്കുന്നവൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ്. സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം. കൽദായ പുത്രി, നിശബ്ദയായിരിക്കുക, നീ അന്ധകാരത്തിലേക്ക് പോവുക. തീർച്ചയായും രാജ്യങ്ങളുടെ റാണിയെന്ന് ഇനിമേൽ അവർ നിന്നെ വിളിക്കുകയില്ല. ഞാൻ എൻ്റെ ജനത്തോട് കോപിച്ചു, എൻ്റെ അവകാശം അശുദ്ധമാക്കി ഞാൻ അവരെ നിന്റെ കയ്യിലേൽപ്പിച്ചു. നീ അവരോട് ആർദ്രത കാണിച്ചില്ല. വൃദ്ധൻ്റെ മേൽ നീ നുകം അതികഠിനമാക്കി. എന്നേക്കും ഞാൻ രാജ്ഞിയായിരിക്കുമെന്ന് നീ വിചാരിച്ചു. നീ ഇത് മനസ്സിലാക്കിയില്ല, ഇതിൻ്റെ അന്ത്യമെന്തെന്ന് ഓർത്തതുമില്ല. ഞാനാകുന്നു, വേറൊരുവനുമില്ല. ഞാൻ വിധവയായിരിക്കുകയില്ല, പുത്രനഷ്ടം ഞാൻ അറിയുകയില്ല എന്ന് മനസ്സിൽ സങ്കൽപ്പിച്ച് സുരക്ഷിതയായിരിക്കുന്ന സുഖഭോഗിനി, ഇപ്പോൾ ഇത് ശ്രവിക്കുക. ഇവ രണ്ടും, പുത്രനഷ്ടവും വൈധവ്യവും, ഒരു ദിവസം ഒരു നിമിഷത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ പെരുകിയ ക്ഷുദ്രപ്രയോഗങ്ങളുടെയും ധാരാളമായ മാന്ത്രിക ശക്തിയുടെയും മധ്യേ അവ പൂർണ്ണതയിൽ നിന്റെ മേൽ വരും. നിന്റെ ക്രൂരതയിൽ നീ ആശ്രയിച്ചു, ആരും എന്നെ കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു. നിന്റെ ജ്ഞാനവും നിന്റെ അറിവും അത് നിന്നെ വഴിതെറ്റിച്ചു. ഞാനാകുന്നു, വേറൊരുവനുമില്ല എന്ന് നീ മനസ്സിൽ കരുതി. നിനക്ക് അപരിഹാര്യമായ അത്യാഹിതം നിന്റെ മേൽ പതിക്കാനും നീ അറിയാത്ത കെടുതി പെട്ടെന്ന് നിന്റെ മേൽ വരാനുമായി ക്ഷുദ്രപരിഹാരം ചെയ്യാൻ നിനക്കറിഞ്ഞുകൂടാത്ത തിന്മ നിന്റെ മേൽ വന്നെത്തും. നിന്റെ ചെറുപ്പം മുതലേ നീ അനുവർത്തിച്ച് തളർന്ന നിന്റെ മന്ത്രവാദങ്ങളോടുകൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളുമായും തുടർന്നു കൊള്ളുക. ഒരുപക്ഷെ വിജയിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം, ഒരുപക്ഷെ നീ ഭീതി ഉളവാക്കിയേക്കാം. ഉപദേശാധിക്യം കൊണ്ട് നീ മടുത്തിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രങ്ങൾ നോക്കുന്നവരും നിനക്ക് വന്നു ചേരാനിരിക്കുന്നവ അമാവാസികളിൽ അറിയുന്നവരും നിന്നെ രക്ഷിക്കാനായി എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇതാ, അവർ വൈക്കോൽ തുരുമ്പ് പോലെയായി, അഗ്നി അവരെ ദഹിപ്പിക്കുന്നു. ജ്വാലയുടെ പിടിയിൽ നിന്ന് അവർ തങ്ങളെ തന്നെ രക്ഷിക്കുകയില്ല. അത് കായാനുള്ള കനലോ മുമ്പിലിരിക്കാനുള്ള ജ്വാലയോ അല്ല. ചെറുപ്പം മുതൽ നിന്നോടൊത്ത് വ്യാപരിച്ചിരുന്ന നിന്റെ വ്യവഹാരികൾ ഇങ്ങനെയായിത്തീരും. ഓരോരുത്തനും അവനവൻ്റെ വഴിയെ പിഴച്ചുപോയി, നിനക്ക് രക്ഷകനില്ലാതായി. യെശയ്യാ അധ്യായം 48. ചരിത്രത്തെ നയിക്കുന്നവൻ. ഇസ്രായേലിൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരും യൂദായുടെ ഉദരത്തിൽ ഉത്ഭവിച്ചവരുമായ യാക്കോബ് ഭവനമേ, ഇത് കേൾക്കുക. കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റുപറയും. എന്നാൽ വിശ്വസ്തയോടെയല്ല, നീതിയോടെയുമല്ല, വിശുദ്ധ നഗരത്തിൻ്റേത് എന്ന് അവർ വിളിക്കപ്പെട്ടു. ഇസ്രായേലിൻ്റെ ദൈവത്തിലേക്ക് അവർ ചാരി, സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമം. പഴയ കാര്യങ്ങൾ അന്നേ ഞാൻ പറഞ്ഞു, എൻ്റെ അധരങ്ങളിൽ നിന്ന് അവ പുറപ്പെട്ടു. ഞാനവ വെളിപ്പെടുത്തി. ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു, അവ സംഭവിക്കുകയും ചെയ്തു. അത് നീ ദുശാഠ്യക്കാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പേശിയുള്ളതും നിന്റെ നെറ്റി പിത്തളയുമാണെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ്. എൻ്റെ വിഗ്രഹമാണ് അവ ചെയ്തതും എൻ്റെ കുത്തുവിഗ്രഹവും എൻ്റെ വാർപ്പു ബിംബവുമാണ് അവ കൽപ്പിച്ചതും എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി നിന്നോട് പറഞ്ഞു. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ചു. നീ കേട്ടുകഴിഞ്ഞു,
ഇതെല്ലാം ഗ്രഹിക്കുക. എന്നിട്ടും നിങ്ങൾ സത്യം പ്രഘോഷിക്കുകയില്ലേ? ഇപ്പോൾ മുതൽ പുതിയ കാര്യങ്ങളും നിങ്ങൾ അറിയാതിരുന്ന രഹസ്യകാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഇതാ, എനിക്ക് അവ അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവ വളരെ മുമ്പല്ല, ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഇന്നേക്ക് മുമ്പ് നീ അവ കേട്ടിട്ടില്ല, നീ കേട്ടിരുന്നുമില്ല, അറിഞ്ഞിരുന്നുമില്ല. അക്കാലത്ത് നിന്റെ ചെവി തുറക്കപ്പെട്ടിരുന്നുമില്ല. കാരണം നീ നിശ്ചയമായും വഞ്ചന കാണിക്കുമെന്നും ഗർഭപാത്രം മുതലേ നീ അതിക്രമിയായി അറിയപ്പെടുമെന്നും എനിക്കറിയാമായിരുന്നു. എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപം അടക്കും. നിന്നെ വിച്ഛേദിക്കാതിരിക്കാനായി എൻ്റെ കീർത്തിയെ പ്രതി ഞാൻ നിന്നോട് നിയന്ത്രണം പാലിക്കും. ഇതാ, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിക്കും. എന്തെന്നാൽ എങ്ങനെ ഞാൻ സ്വയം മലിനമാക്കും? എൻ്റെ മഹത്വം മറ്റൊരുവനും ഞാൻ നൽകുകയില്ല. യാക്കോബേ, ഞാൻ വിളിച്ചവനായ ഇസ്രായേലേ, എന്നെ ശ്രവിക്കുക. ഞാൻ അവനാണ്. ഞാൻ ആദിയാണ്, അന്തവും ഞാൻ തന്നെ. എൻ്റെ കൈ തന്നെയാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. എൻ്റെ വലത് കൈയാണ് ആകാശത്തെ വിരിച്ചതും. ഞാൻ അവയെ വിളിച്ചാൽ അവ അണിനിരക്കും. നിങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ. അവരിൽ ആരാണ് ഇവ പ്രഖ്യാപിച്ചത്? കർത്താവ് അവനെ സ്നേഹിക്കുന്നു. അവിടുന്ന് ബാബിലോണിലും അവിടുത്തെ കരം കൽദായരിലും തിരുഹിതം നടപ്പിലാക്കും. ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതെ, ഞാനാണ് അവനെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു. അവൻ തൻ്റെ മാർഗം വിജയത്തിലെത്തിക്കും. എൻ്റെ സമീപേ വന്ന് ഇത് കേൾക്കുക. രഹസ്യമായല്ല, ആദ്യം മുതലേ ഞാൻ സംസാരിച്ചത്. അതുണ്ടായ സമയം മുതൽ അവിടെ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാഥനായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: പ്രയോജനത്തിനായി നിന്നെ പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിന്റെ ഐശ്വര്യം നദി പോലെയും നിന്റെ രക്ഷ കടലലകൾ പോലെയുമാകുമായിരുന്നു. നിന്റെ സന്തതി മണൽ പോലെയും നിന്റെ ഔരസ സന്താനങ്ങൾ മണൽത്തരി പോലെയുമാകുമായിരുന്നു. അവൻ്റെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ഇല്ല. ബാബിലോണിൽ നിന്ന് പുറപ്പെടുവിൻ, കൽദായരിൽ നിന്ന് പലായനം ചെയ്യുവിൻ. ആനന്ദഘോഷത്തോടെ പ്രഖ്യാപിക്കുവിൻ, ഇത് പ്രഘോഷിക്കുവിൻ. ഭൂമിയുടെ അതിർത്തി വരെയും അത് വെളിവാക്കുവിൻ. പറയുവിൻ, തൻ്റെ ദാസനായ യാക്കോബിനെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. നിർജ്ജന ഭൂമിയിലൂടെ അവിടുന്ന് അവരെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചിരുന്നില്ല. അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലമൊഴുക്കി. അവിടുന്ന് പാറ തുറന്നു, ജലം പ്രവഹിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു: ദുഷ്ടർക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല. എസെക്കിയേൽ അധ്യായം 8. ദേവാലയത്തിലെ മ്ലേച്ഛതകൾ. 6-ാം വർഷം 6-ാം മാസം 5-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. യൂദായിലെ ശ്രേഷ്ഠന്മാരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വച്ച് നാഥനായ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്ന് പതിച്ചു. ഞാൻ നോക്കിയപ്പോൾ അതാ, അഗ്നിദൃശ്യം പോലെ ഒരു രൂപം. അതിൻ്റെ അരക്കെട്ടുപോലെ തോന്നിയ ഭാഗത്തും താഴേക്കും അഗ്നി. അരക്കെട്ടിൽ നിന്ന് മുകളിലേക്ക് ജ്വാലക്കണ്ണുപോലെ ശോഭ കാഴ്ചയ്ക്ക് സമാനം. അവനൊരു കൈരൂപം അയച്ച് എൻ്റെ തലമുടിത്തൊങ്ങലിൽ പിടിച്ചു. അരൂപി എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിലൂടെ വഹിച്ചു. ദൈവിക ദർശനങ്ങളിൽ അതെന്നെ ജെറുസലേമിലേക്ക്, വടക്കിന് അഭിമുഖമായ അകത്തളത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തിച്ചു. അസൂയാജനകമായ അസൂയാ വിഗ്രഹത്തിൻ്റെ ഇരിപ്പിടം അവിടെ ഉണ്ടായിരുന്നു. അതാ, അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിലേതുപോലെയായിരുന്നു അത്. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു: മനുഷ്യപുത്ര, വടക്കോട്ടുള്ള വഴിയിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുക. ഞാൻ എൻ്റെ കണ്ണുകൾ വടക്കോട്ടുള്ള വഴിയിലേക്ക് ഉയർത്തി. അതാ, വടക്കുവശത്ത് നിന്നുള്ള ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ പ്രവേശന ഭാഗത്ത് ആ അസൂയാ വിഗ്രഹം. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു: മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് എന്താണെന്ന് നീ കാണുന്നുണ്ടോ? എൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് അകലാൻ വേണ്ടി ഇസ്രായേൽ ഭവനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ. വീണ്ടും തിരിയുമ്പോൾ നീ കടുത്ത മ്ലേച്ഛതകൾ കാണും. അവിടുന്ന് എന്നെ അങ്കണത്തിൻ്റെ വാതിൽക്കലേക്ക് കൊണ്ടുവന്നു. ഞാൻ നോക്കി, അതാ ഭിത്തിയിൽ ഒരു ദ്വാരം. അവിടുന്ന് എന്നോട് കൽപ്പിച്ചു: മനുഷ്യപുത്ര, ഭിത്തി തുരക്കുക. ഞാൻ ഭിത്തി തുരന്നു. അതാ ഒരു വാതിൽ. അവിടുന്ന് എന്നോട് പറഞ്ഞു: അകത്ത് പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മ്ലേച്ഛതകൾ കാണുക. ഞാൻ അകത്ത് കടന്നു നോക്കിയപ്പോൾ അതാ, എല്ലാത്തരം ഇഴജന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ കൊത്തപ്പെട്ടിരിക്കുന്നു. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഭവനത്തിൻ്റെ ശ്രേഷ്ഠന്മാരിൽ നിന്ന് 70 പേർ നിൽക്കുന്നു. അവരുടെ ഇടയിൽ ഷാഫാൻ്റെ മകനായ യാസാനിയായും നിൽക്കുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ അവനവൻ്റെ ധൂപകലശം ഉണ്ടായിരുന്നു. ധൂമപടലത്തിൻ്റെ സുഗന്ധം ഉയർന്നുകൊണ്ടിരുന്നു.
അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഓരോരുത്തരും ഇരുളിൽ ഛായാചിത്രമുറികളിൽ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നുണ്ടോ? അവർ പറയുന്നല്ലോ, കർത്താവ് നമ്മെ കാണുന്നില്ല, കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, ഇനിയും ചുറ്റുമ്പോൾ അവർ ചെയ്യുന്ന ഗുരുതരമായ മ്ലേച്ഛതകൾ നീ കാണും. അവിടുന്ന് എന്നെ കർത്തൃഭവനത്തിൻ്റെ വടക്കോട്ടുള്ള പ്രവേശന കവാടത്തിലേക്ക് കൊണ്ടുപോയി. അതാ അവിടെ തമ്മൂസിനെക്കുറിച്ച് വിലപിക്കുന്ന സ്ത്രീകൾ ഇരിക്കുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ കാണുന്നുണ്ടോ? ഇനിയും ചുറ്റുമ്പോൾ ഇവയേക്കാൾ ഗുരുതരമായ മ്ലേച്ഛതകൾ നീ കാണും. കർത്തൃഭവനത്തിൻ്റെ അകത്തെ അങ്കണത്തിലേക്ക് അവിടുന്ന് എന്നെ കൊണ്ടുപോയി. ഇതാ, കർത്താവിൻ്റെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ പൂമുഖത്തിനും ബലിപീഠത്തിനുമിടയിൽ 25ഓളം പേർ. അവരുടെ പുറകുവശം കർത്താവിൻ്റെ ആലയത്തിലേക്കും അവരുടെ മുഖം കിഴക്കോട്ടുമായിരുന്നു. അവർ കിഴക്കോട്ട് സൂര്യനെ ആരാധിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, മനുഷ്യപുത്ര, നീ കാണുന്നുണ്ടോ? യൂദാ ഭവനം അവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ അവർക്ക് ഇത്ര നിസ്സാരമായി ചെയ്യാവുന്നതാണോ? എന്തെന്നാൽ അവർ ദേശത്തെ അക്രമം കൊണ്ട് നിറച്ചിരിക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാനായി അവർ തിരിഞ്ഞിരിക്കുന്നു. അവർ അതാ തങ്ങളുടെ നാസികയിലേക്ക് കമ്പ് നീട്ടുന്നു. അതിനാൽ ക്രോധത്തോടെ ഞാനും പ്രവർത്തിക്കും. എൻ്റെ ദൃഷ്ടി കനിവ് കാട്ടുകയില്ല, ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ എൻ്റെ കാതുകളിൽ വലിയ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചാലും ഞാൻ അവരെ കേൾക്കുകയില്ല. എസെക്കിയേൽ അധ്യായം 9. ജെറുസലേമിന് ശിക്ഷ. അവിടുന്ന് എൻ്റെ കാതുകളിൽ ഇപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നഗരത്തെ ശിക്ഷിക്കുന്നവരെ, ഓരോരുത്തനും തൻ്റെ കയ്യിൽ സംഹാരായുധവുമായി അടുത്തു വരുവൻ. ഇത് 6 പേർ വടക്കിന് അഭിമുഖമായ മുകളിലത്തെ കവാടത്തിലേക്കുള്ള വഴിയിൽ നിന്ന് വരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ മാരകായുധമുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരാൾ ചണവസ്ത്രധാരിയായിരുന്നു. അവൻ്റെ അരയിൽ എഴുത്തുകാരൻ്റെ മഷിച്ചപ്പുണ്ടായിരുന്നു. അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു നിന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പേടകത്തിന്മേൽ ഉണ്ടായിരുന്ന കെരൂബുകളുടെ മേൽ നിന്ന് ആലയത്തിൻ്റെ വാതിൽ പടിക്കലേക്ക് ഉയർന്നു. അപ്പോൾ ചണവസ്ത്രം ധരിച്ചിരുന്ന അരയിൽ എഴുത്തുകാരൻ്റെ മഷിച്ചപ്പുണ്ടായിരുന്ന വ്യക്തിയെ അവിടുന്ന് വിളിച്ചു. കർത്താവ് അവനോട് അരുൾ ചെയ്തു, പട്ടണമധ്യത്തിലൂടെ, ജെറുസലേമിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോവുക. അതിന് മധ്യേ ചെയ്യപ്പെടുന്ന സകല മ്ലേച്ഛതകളെയും പ്രതി നെടുവീർപ്പിടുകയും കരയുകയും ചെയ്യുന്ന വ്യക്തികളുടെ നെറ്റിത്തടങ്ങളിൽ അടയാളം പതിപ്പിക്കുക. അവിടുന്ന് ഞാൻ കേൾക്കെ മറ്റുള്ളവരോട് ആജ്ഞാപിച്ചു, അവൻ്റെ പിന്നാലെ പട്ടണത്തിലേക്ക് കടന്ന് സംഹാരം തുടങ്ങുവിൻ. നിങ്ങളുടെ ദൃഷ്ടി കനിവ് കാട്ടരുത്, നിങ്ങൾ കരുണ കാണിക്കരുത്. വൃദ്ധർ, യുവതി യുവാക്കൾ, പൈതങ്ങൾ, സ്ത്രീകൾ എന്നിവരെ നിശേഷം വധിക്കുവിൻ. എന്നാൽ തങ്ങളുടെ മേൽ അടയാളമുള്ള ആരെയും സമീപിക്കരുത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ. അവർ ആലയത്തിന് മുമ്പിലുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരിൽ തന്നെ ആരംഭിച്ചു. അവിടുന്ന് അവരോട് കൽപ്പിച്ചു, ഈ ആലയം മലിനമാക്കുവിൻ. വധിക്കപ്പെട്ടവരെ കൊണ്ട് അങ്കണങ്ങൾ നിറയ്ക്കുവിൻ. പുറപ്പെടുവിൻ. അവർ പുറപ്പെട്ട് നഗരത്തിൽ സംഹാരം നടത്തി. അവർ സംഹാരം തുടരുകയും ഞാൻ മാത്രം അവശേഷിക്കുകയും ചെയ്തപ്പോൾ മുഖം മുട്ടെ വീണ് നിലവിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ നാഥനായ കർത്താവേ, ജെറുസലേമിന് മേൽ അങ്ങയുടെ ക്രോധം കോരിച്ചൊരിയുമ്പോൾ ഇസ്രായേലിൻ്റെ ശിഷ്ടഭാഗം മുഴുവനെയും അങ്ങ് നശിപ്പിക്കുമോ? അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂദായുടെയും അപരാധം അത്യധികം വലുതാണ്. ദേശം രക്തപൂരിതമായിരിക്കുന്നു, പട്ടണം വക്രനീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു, കർത്താവ് ഒന്നും കാണുന്നില്ല എന്ന് അവർ പറയുന്നു. അതിനാൽ ഞാനും അങ്ങനെ തന്നെ. എൻ്റെ ദൃഷ്ടി കനിവ് കാട്ടുകയില്ല, ഞാൻ കരുണ കാണിക്കുകയില്ല. അവരുടെ മാർഗം ഞാൻ അവരുടെ തലയിൽ തന്നെ ബാധ്യതപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാ, അരയിൽ എഴുത്തുകാരൻ്റെ മഷിച്ചപ്പുള്ള ചണവസ്ത്രധാരി തിരിച്ചു വന്ന് ഇപ്രകാരം സംസാരിച്ചു, അങ്ങനോട് കൽപ്പിച്ചിരുന്നത് പോലെ ഞാൻ ചെയ്തു കഴിഞ്ഞു. സുഭാഷിതങ്ങൾ അധ്യായം 12 വാക്യങ്ങൾ 13 മുതൽ 16 വരെ. അധരങ്ങളുടെ അതിക്രമം കൊണ്ടുള്ളതാണ് അധർമ്മിയുടെ കെണി, എന്നാൽ നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് പുറത്തു കടക്കുന്നു. ഒരുവൻ തൻ്റെ അധരഫലത്താൽ നന്നായി സംതൃപ്തനാകുന്നു, മനുഷ്യകരത്തിൻ്റെ പ്രതിഫലം അവന് തിരികെ കിട്ടുന്നു. വിഡ്ഢിയുടെ മാർഗം സ്വന്തം ദൃഷ്ടികളിൽ ശരിയാണ്, ജ്ഞാനിയാകട്ടെ ഉപദേശം ശ്രവിക്കുന്നു. വിഡ്ഢിയുടെ നീരസം അതേ ദിനം പ്രകടമാകും, നിന്ദനം മറച്ചുവെക്കുന്നവനാണ് കുശാഗ്രബുദ്ധി. പ്രിയമുള്ളവരെ, 213 ദിവസത്തിലേക്ക് സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ കൃപയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവചിക്കുന്നത് ഇസ്രായേൽ ജനത്തെ യൂദാ ഭവനത്തെ അടിമകളായി കൊണ്ടുപോകുന്ന ബാബിലോണിന് സംഭവിക്കാൻ പോകുന്ന കർത്താവിൻ്റെ ശിക്ഷാവിധിയെക്കുറിച്ചാണ്. ബാബിലോണിനെ ദൈവം വിധിക്കുന്നത് എന്തിനാണ്?
ദൈവം തൻ്റെ ജനത്തെ ബാബിലോണിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തോട് അവർ ആർദ്രത കാണിച്ചില്ല എന്നതാണ് ദൈവത്തിൻ്റെ ആരോപണം, ആക്ഷേപം. ദയ കാണിക്കാതിരിക്കുക, കരുണ കാണിക്കാതിരിക്കുക, ആർദ്രതയില്ലാതിരിക്കുക എന്നത് ദൈവദൃഷ്ടിയിൽ മാരകമായ തിന്മയാണ്. മനുഷ്യനോട് ദയയോടെ പെരുമാറുന്നവൻ, കരുണയോടെ പെരുമാറുന്നവൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രസാദകരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എത്രമാത്രം ഇൻഹ്യൂമനായും ക്രൂരമായും നിഷ്ഠൂരമായുമാണ് പലപ്പോഴും മനുഷ്യരോട് പെരുമാറുന്നത്. മനുഷ്യനെ ബഹുമാനിക്കാനും ആദരിക്കാനും മനുഷ്യനോട് ബഹുമാനം കാണിക്കാനുമുള്ള ഒരു ശീലം ആത്മീയതയിൽ നമ്മൾ ഇനിയും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ബാബിലോണിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ചും നിങ്ങൾ ബാബിലോണിൽ നിന്ന് പുറത്തു വരുന്നതിനെക്കുറിച്ചും ഞാൻ മുൻകൂട്ടി നിങ്ങളോട് സംസാരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നിങ്ങളുടെ ദുശാഠ്യ സ്വഭാവം, നിങ്ങളുടെ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത സ്വഭാവം കൊണ്ടാണ് ഞാൻ മുൻകൂട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, താക്കീത് നൽകുന്നത്. കാരണം പാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മനുഷ്യപ്രകൃതി പാപത്തിൻ്റെ സന്തോഷം ആസ്വദിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ദൈവം അതിൻ്റെ ഗൗരവതരമായ അനന്തരഫലങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരുന്നത് നമ്മുടെ ബലഹീന പ്രകൃതിയെക്കുറിച്ച് അവിടത്തേക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ വിമോചനത്തെക്കുറിച്ച് ഞാൻ മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചത് അതിൻ്റെ 2ാമത്തെ കാരണം നിങ്ങളുടെ ബിംബങ്ങളാണ്, നിങ്ങളുടെ വിഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവാണ് നിങ്ങളെ മോചിപ്പിച്ചതെന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം യേശയ്യാ ചൂണ്ടിക്കാണിക്കുന്നത്, ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ മാനിച്ചിരുന്നെങ്കിൽ, എൻ്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം നദി പോലെയും കടൽ പോലെയും വ്യാപിക്കുമായിരുന്നു. ഓരോ പ്രമാണ ലംഘനങ്ങളിലൂടെയും അല്ലെങ്കിൽ ദൈവഹിതത്തെ ഈ നിമിഷത്തിൽ അനുസരിക്കാതിരുന്നത് വഴി എത്ര വലിയ ഐശ്വര്യവും മഹത്വവുമാണ് ഓരോ ദിവസവും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞതും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത് നമുക്കൊരു ഭാരമല്ല, ഒരാനന്ദമാണെന്നും അത് നമ്മുടെ ഐശ്വര്യമാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതെന്നും മനസ്സിലാക്കാനുള്ള ഒരു കൃപ ഈ പ്രവാചക വചനത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ. എസെക്കിയേലിലേക്ക് വരുമ്പോൾ ദേവാലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ശിക്ഷാവിധി ആരംഭിക്കുമെന്നും ജനം പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ദേവാലയം തകർക്കപ്പെടുമെന്നുമുള്ള പ്രവചനമാണ് എസെക്കിയേലിന് നൽകപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ദേവാലയത്തെ ദൈവം തന്നെ പ്രേരിപ്പിച്ച് ദൈവം കൊടുത്ത നിർദ്ദേശങ്ങളനുസരിച്ച് സോളമൻ പണി കഴിപ്പിച്ച ഈ ബൃഹത്തായ ദേവാലയ സമുച്ചയത്തെ ദൈവം എന്തുകൊണ്ടാണ് തകർത്തത് എന്നതിൻ്റെ കാരണം എസെക്കിയേലിന് ദൈവം വെളിപ്പെടുത്തുകയാണ്. ദേവാലയത്തിൻ്റെ ഒരു പ്രധാന കവാടത്തിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ കാണാവുന്ന വിധത്തിൽ ഒരു അസൂയാ വിഗ്രഹം, അത് ബാലിൻ്റെ വിഗ്രഹമാവാം, അഷേരായുടെ പ്രതിഷ്ഠയാവാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു ദേവിയെക്കുറിച്ച് വായിക്കുന്നു, തമ്മൂസിൻ്റെ വിഗ്രഹമാവാം. ഏതോ ഒരു വിജാതീയ വിഗ്രഹം പ്രവേശന കവാടത്തിൽ നിന്ന് കാണാവുന്ന ദൂരത്തിൽ തന്നെ അത്ര ധൈര്യത്തോടെ, അത്ര ദൈവത്തെ പ്രകോപിപ്പിച്ച് ജനം വച്ചിരിക്കുന്നത് എസെക്കിയേലിന് കാണിച്ചു കൊടുക്കുകയാണ്. മറ്റൊന്ന്, കുറേയധികം സ്ത്രീകൾ തമ്മൂസ് എന്ന ഫെർട്ടിലിറ്റി ഗോഡസിനെ, ആ വിളവെടുപ്പിൻ്റെ ദേവതയെ, അവളുടെ മരണത്തെ ചൊല്ലി വിലപിച്ചുകൊണ്ട് അവളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് 25ഓളം പുരുഷന്മാർ കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ദേവാലയത്തിൻ്റെ അകത്ത് വിഗ്രഹങ്ങളുടെ കുത്തുപണികൾ, അതിനു മുമ്പിൽ 70 ശ്രേഷ്ഠന്മാർ, സൻഹദ്രീൻ സംഘം ധൂപം അർപ്പിച്ച് വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്? ദേവാലയത്തിൻ്റെ അകത്ത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇങ്ങനെ തന്നെ ആരാധിക്കാനായി ദൈവം അവർക്ക് നൽകിയ ദേവാലയത്തിൽ വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുമ്പോൾ, വിഗ്രഹാരാധന ഒരു പൊതു സംസ്കാരമായി നേതാക്കന്മാരിൽ നിന്ന് സാമാന്യ ജനത്തിലേക്ക് ആകമാനം പടരുമ്പോൾ ദൈവം പറയുകയാണ്, നശിപ്പിക്കപ്പെടുക എന്നതല്ലാതെ ഇനിയൊരു ഭാഗധേയം, ഇനിയൊരു തലവര ഈ ദേവാലയത്തിന് അവശേഷിക്കുന്നില്ല. ദേവാലയത്തിൽ നിന്ന് ദൈവദൂതൻ്റെ സംഹാരം തുടങ്ങുകയാണ്. വൃദ്ധര്, കുഞ്ഞുങ്ങള്, നിസ്സഹായര്, എല്ലാവരിലേക്കും ഈ ശിക്ഷാവിധി പടർന്ന് സകലരും നശിപ്പിക്കപ്പെടുമ്പോൾ മനോഹരമായ ഒരു സൂചന നമ്മൾ കാണുന്നുണ്ട്. ഈ ജെറുസലേമിൽ നടമാടുന്ന വിഗ്രഹാരാധനയുടെയും കൊടിയ അധർമ്മത്തിൻ്റെയും മ്ലേച്ഛതകളെ പ്രതി കരയുന്ന ചില ആളുകൾ നഗരത്തിലുണ്ടെന്ന് ദൂതനോട് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. ആരാണവർ? ദൈവജനത്തിൻ്റെ ഇടയിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നവർ.
അവരെ വിളിക്കാവുന്ന നല്ല ഒരു വാക്കാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ. വിടവിൽ നിൽക്കാൻ ജീവിതം വിട്ടുകൊടുത്തവർ, കർത്താവിൻ്റെ സന്നിധിയിൽ ജനത്തെക്കുറിച്ചുള്ള ഓർമ്മ നിരന്തരം ഉണർത്തുന്നവർ. അവരെക്കുറിച്ച് ദൈവം പറയുകയാണ് ദൂതനോട്, അവരുടെ നെറ്റിയിൽ ഒരടയാളം ഇടണം. എന്തിനാണ് അടയാളം? നഗരത്തിൽ ജനം ഒന്നടങ്കം ആബാലവൃദ്ധം ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ അടയാളമുള്ളവരെ തുടരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിൻ്റെ രാജ്യത്തിന്, ദൈവജനത്തിന്, സഭയ്ക്ക് ഒക്കെ സംഭവിക്കുന്ന ദൈവനിഷേധങ്ങൾ, ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥകൾ ഇത് കണ്ട് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്ന, മുട്ടുകുത്തി ദൈവത്തോട് മാപ്പ് ചോദിക്കുന്ന, കരങ്ങൾ ഉയർത്തി സഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, നീ കണ്ടിട്ടില്ലെങ്കിലും നിന്റെ നെറ്റിയിൽ, നീ കാണാതെ നിന്റെ ചാരത്ത് വന്നെത്തിയൊരു ദൂതൻ ഒരടയാളം ഇട്ടിട്ടുണ്ട്. എല്ലാവരും നശിപ്പിക്കപ്പെട്ടാലും നിന്നെ നേരെ നിർത്താൻ, നീ വിധിക്കപ്പെടാതിരിക്കാൻ നിന്നെ സഹായിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു കുരിശടയാളം, ഒരു സ്നേഹമുദ്ര. നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ, അങ്ങയുടെ നാമത്തെ ഞാൻ ആരാധിക്കുന്നു. കർത്താവെ, ഇന്ന് അക്ഷയരായെയോ ബാലിനെയോ തമ്മൂസിനെയോ ഒന്നും ഞങ്ങൾ ആരാധിക്കുന്നില്ല. ഇന്ന് ഞങ്ങളിൽ പലരുടെയും വിഗ്രഹം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളിൽ പലരുടെയും വിഗ്രഹം പണമാണ്, അധികാരമാണ്, സ്വാധീന ശക്തികളാണ്, ചില വ്യക്തികളാണ്. കർത്താവെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ സ്വാഭാവികമായ അവസാനം നാശമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിഗ്രഹങ്ങളില്ലാത്ത, ആക്ഷേപങ്ങൾക്കതീതനായ, നീതിമാനായി ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നുണ്ട്. അത് ഞങ്ങളുടെ ബലഹീന പ്രകൃതി അങ്ങേക്ക് അറിയാവുന്നത് കൊണ്ടാണ്. തിരുവചനത്തിലൂടെ അങ്ങ് നൽകുന്ന താക്കീതുകളെ അതീവ ഗൗരവത്തോടെ എടുക്കാൻ ഒരു വിവേകം, ഒരു ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വഴിപിഴച്ചു പോകുന്ന, പാദമിടറിപ്പോകുന്ന കർത്താവെ, തിന്മയുടെ ചതുപ്പ് നിലങ്ങളിലേക്ക് ശ്വാസം കിട്ടാതെ മുങ്ങിത്താഴുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അങ്ങയുടെ ആർദ്രതയും കരുണയും അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുരിശിൽ മാനവകുലത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് സകല ലോകത്തെയും വീണ്ടെടുക്കാനായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡകളെ ഓർത്ത് പാപികളായ ഞങ്ങളോട് കരുണയാവണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സത്യമായും ഞാൻ വളരെ വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം, സത്യമായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ബലഹീനനായ എന്നെയും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ നിങ്ങൾ മറന്നുപോകാതെ ഓർക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ല ദൈവം ഒരു നല്ല ദിവസം തന്ന് നിങ്ങളെ സഹായിക്കട്ടെ. സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.